ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ ഏതാനും പാപമോചന പ്രാർത്ഥനകൾ, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളായിരുന്നു പഠിച്ചു പോന്നിരുന്നത്. ഇന്ന് അതിൻ്റെ ബാക്കിയുള്ള പ്രാർത്ഥനകൾ കൂടി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥന നോക്കാം. അല്ലാഹുമ്മ ത്വഹിർനി മിനദ്ദുനൂബി വൽ ഖത്വായ അല്ലാഹുമ്മ നക്കിനി മിൻഹാ കമാ യുനഖ്ഖ ഥൗബുൽ അബ്യളു മിനദ്ദനസി അല്ലാഹുമ്മ ത്വഹിർനി ബിസ്സൽജി വൽ ബറദി വൽ മാഇൽ ബാരിദി. അർത്ഥം നോക്കാം. അല്ലാഹുവേ, നീ എന്നെ പാപങ്ങളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും ശുദ്ധിയാക്കണമേ. വെളുത്ത വസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ എൻ്റെ പാപങ്ങളെ നീ ശുദ്ധിയാക്കണമേ. അല്ലാഹുവേ, മഞ്ഞ്, ഹിമവെള്ളം എന്നിവ കൊണ്ട് എന്നെ നീ പാപങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കണമേ. അതുപോലെ മറ്റൊരു ദുആയാണ് അസ്തഗ്ഫിറുല്ലാഹൽ അളീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അർത്ഥം പറയാം. അതിമഹാനായ അള്ളാഹുവിനോട് ഞാൻ പൊറുക്കുവാൻ തേടുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അളീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, യഥാർത്ഥത്തിൽ അവനല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം സംരക്ഷിക്കുകയും എല്ലാം നിയന്ത്രിക്കുകയും ചെയ്യുന്നവനാണ്. അവങ്കലേക്ക് അഥവാ അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ് ഞാൻ എൻ്റെ എല്ലാ പാപങ്ങളും ഖേദിച്ച് മടക്കുന്നത്. അവനിലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുന്നു. ഇതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥനയുടെ ശ്രേഷ്ഠതയും മഹത്വവും വിവരിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായി നമുക്ക് കാണാം. എന്താണ്? അള്ളാഹുവിനോട് പൊറുക്കുവാൻ തേടുക എന്നുള്ളത് ഇപ്രകാരം, ഈ പ്രാർത്ഥന പ്രകാരം അള്ളാഹുവിനോട് പൊറുക്കുവാൻ തേടുക എന്നുള്ളത് അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ് എന്നാണ്. അവൻ യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടിയവൻ ആണെങ്കിലും ശരി, നമുക്കറിയാം യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടുന്നവൻ മഹാപാപിയാണല്ലോ. അങ്ങനെയുള്ള വൻപാപിയാണ് എങ്കിലും ഈ പ്രാർത്ഥന വെച്ച് പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവന് പുറത്തു കൊടുക്കുമെന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥന സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അള്ളാഹുവെ, നീ എത്ര പരിശുദ്ധൻ, നിന്നെ ഞാൻ അത്യധികം സ്തുതിക്കുകയും നിനക്ക് ഞാൻ നന്ദി കാണിക്കുകയും ചെയ്യുന്നു. നീയല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എനിക്ക് പുറത്തു തരുവാൻ നിന്നോട് ഞാൻ തേടുകയും നിന്റെ മാർഗത്തിലേക്ക് ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യുന്നു. നമുക്കറിയാം ഈ പ്രാർത്ഥന സദസ്സിലിരുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്. ആരെങ്കിലും ഒരു സദസ്സിലിരുന്ന് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന ചൊല്ലിയാൽ അള്ളാഹു അവന് പുറത്ത് കൊടുക്കാതിരിക്കില്ല എന്ന്. ഇത്തരത്തിലുള്ള ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ദിനേനയുള്ള അദ്കാറുകളിൽ, ദുആകളിൽ നമ്മൾ ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.